വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി ഉപ്പുതറയിൽ അമ്മയെയും മകനെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൈതപ്പതാൽ കിണറ്റുകര വീട്ടിൽ ലിജ ടോം, 7 വയസ്സുള്ള മകൻ ബെൻ ടോം എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലിജയുടെ 29 ദിവസം പ്രായമായ കുഞ്ഞ് കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. ഇതിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്തു എന്നാണ് പ്രാഥമിക നിഗമനം. മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങിയാണ് ലിജയുടെ രണ്ടാമത്തെ കുഞ്ഞ് കഴിഞ്ഞ ദിവസം മരിച്ചത്. അപ്പോൾ മുതൽ ലിജ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇന്നലെയായിരുന്നു കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ. ശേഷം ബന്ധുക്കളുടെ നിരീക്ഷണത്തിലായിരുന്നു രണ്ടുപേരും. അമ്മയും സഹോദരങ്ങളും ലിജയ്ക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നു പുലർച്ചെ പള്ളിയിൽ പോകാനായി അമ്മയും സഹോദരങ്ങളും ഒരുങ്ങുന്നതിനിടെ ലിജ മൂത്ത കുട്ടിയുമായി വീടിനു മുറ്റത്തുള്ള 40 അടിയോളം താഴ്ചയുള്ള കിണറ്റിൽ ചാടുകയായിരുന്നു. ഉടൻ തന്നെ പീരുമേട്ടിൽ നിന്നും ഫയർഫോഴ്സ് സംഘമെത്തി രണ്ടുപേരെയും പുറത്തെടുത്തെങ്കിലും മരണം സംഭവിച്ചിരുന്നു. 2 വർഷം മുൻപ് ലിജയുടെ മറ്റൊരു കുട്ടിയും വിവിധ അസുഖങ്ങളെ തുടർന്ന് മരിച്ചിരുന്നു. ആലക്കോട് സർവീസ് സഹകരണ ബാങ്കിലെ മാനേജറാണ് ലിജ. തിടനാട് സ്വദേശി ടോമാണ് യുവതിയുടെ ഭർത്താവ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.